കിടത്തി ചികിത്സ അടക്കം നടത്തുന്നുണ്ട്. ബിന്ദു എന്ന സ്ത്രീയുടെ മരണം അതൊരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ സർക്കാർ അനാസ്ഥയാണ്. ഗുരുതരമായ അനാസ്ഥയുടെ ഇര കൂടിയാണ് ബിന്ദു എന്ന് നിസ്സംശയം പറയും. ഇപ്പോൾ സൂര്യശ്രീ കൂടി നമ്മോടൊപ്പം ചേരുന്നു. സൂര്യശ്രീയോടൊപ്പം ഈ സംഭവ സമയം അവിടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരു രോഗി കൂടി നമ്മോടൊപ്പം ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സൂര്യ, എന്താണ് അവർ പറയുന്നത്? എന്താണ് ശരിക്കും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ഏകദേശം 11 മണിയോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ബലക്ഷയം സംഭവിച്ച സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമല്ലായിരുന്നെങ്കിലും ഈ കെട്ടിടത്തോട് ചേർന്ന് താഴത്തെ നിലകളിലടക്കം അടിയന്തര സർജറി കഴിഞ്ഞ ആളുകളൊക്കെ തന്നെ, രോഗികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരും തന്നെ ഓക്സിജൻ മാസ്ക് അടക്കം ബന്ധുക്കളെല്ലാം, കൂട്ടിരിപ്പുകാരെല്ലാം റിമൂവ് ചെയ്ത് അവരെ എല്ലാവരെയും എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് കെട്ടിടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടതെന്ന് പറയാം. അത്തരത്തിൽ ഇവരുടെ കണ്ണുകളിൽ നിന്ന് ഇപ്പോഴും ആ ഒരു അപകടത്തിന്റെ ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളോടൊപ്പം ഇത്തരത്തിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവാവ് ചേരുകയാണ്. എന്തായിരുന്നു അതിപ്പോൾ? അവിടെ കിടക്കുമായിരുന്നു. അവിടുന്ന് ബിൽഡിംഗ് മൊത്തത്തിൽ ഇടിഞ്ഞ് താപ്പോട്ട് വീഴുമായിരുന്നു. അങ്ങനെ എല്ലാവരും അലറിക്കൊണ്ട് ഓടുമായിരുന്നു. സൗണ്ട് കേട്ടാൽ അലറിക്കൊണ്ട് എല്ലാവരും ഓടും. ഇങ്ങോട്ട് ഓടണം. ആ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് പൊടിഞ്ഞ് ഭയങ്കര പുകയായി പോയി. പിന്നെ ഓടി രക്ഷപ്പെടാൻ ഒത്തില്ല. എല്ലാം കൂടെ കിടന്നങ്ങ് തമ്മിൽ വിളിച്ചു പോക്കുമായിരുന്നു. വിളിച്ചു പോയി. പിന്നെ ഇവിടുത്തെ സ്റ്റാഫന്മാരും പോലീസുകാരും എല്ലാവരും കൂടെ വന്ന് ഇത് നടക്കത്തില്ല, എടുത്തുകൊണ്ട് ഓടി. എന്തിന്റെ ഭാഗമായിട്ടാണ് ചികിത്സ? ഞാൻ വീട് നട്ടലിന്റെ ഭാഗമായിട്ട് എഴുന്നേറ്റ് പോകുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ തന്നെ കിടക്കാൻ വരുന്നടിച്ച് വെച്ച് കാണാന്നുള്ള രീതി. നിരവധി രോഗികൾ ഉണ്ടായിരുന്നു ആ സമയം പോലെ. എന്നെ വളരെ ഇതായിട്ടുള്ള ആൾക്കാരാണ്. കാലൊക്കെ ഫുൾ ഓപ്പറേഷൻ. എന്തോ ചെയ്യണം, അവർ തന്നെ വിഷമിച്ചിരിക്കും. എന്തോ ചെയ്യണമെന്നും പറഞ്ഞു നോക്കി. ഇത് തന്നെയാണ് സുഹൈൽ, ഇത്തരത്തിൽ അടിയന്തര സർജറി കഴിഞ്ഞ നിരവധി രോഗികളടക്കം ഇത് ഈ ബലക്ഷയം അല്ലെങ്കിൽ അപകടം സംഭവിച്ച കെട്ടിടത്തിന് താഴെയും മുകളിലും ഒക്കെ തന്നെയായി ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളോട് നിരവധി രോഗികളാണ് ഇത്തരത്തിൽ പരാതികൾ പറയുന്നത്. ബലക്ഷയം സംഭവിച്ചത് 14-ാം വാർഡാണെന്ന്, ബ്ലോക്കാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ബ്ലോക്കിൽ നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പറഞ്ഞത്? അതോ ഈ ബാത്റൂം മാത്രമായിരുന്നു അടച്ചിട്ടു എന്നാണോ പറഞ്ഞത്? എന്താണ് അതിലൊരു വ്യക്തത? എന്താണ്? സുഹൈൽ, അപകടം നടന്ന ആ ഒരു ബിൽഡിംഗ്, ആ ഒരു ബ്ലോക്കിന്റെ ആ ഒരു ഭാഗത്ത് മാത്രം ബലക്ഷയം സംഭവിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമല്ല എന്ന വാദത്തിലാണ് രാവിലെ മന്ത്രിമാർ പറഞ്ഞിരുന്നത്. എന്നാൽ അതിന്റെ തൊട്ട് താഴെയുള്ളത് ഓർത്തോ സർജറി വിഭാഗത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഇന്നലെ അടക്കം സർജറി കഴിഞ്ഞ രോഗികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ എത്തുന്ന ശുചിമുറി ഈ അപകടം സംഭവിച്ച ബിൽഡിംഗിലാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ അപകടത്തിൽ അതിദാരുണ മരണം സംഭവിച്ച ബിന്ദു തന്നെ ഇത്തരത്തിൽ ഈ മകളോടൊപ്പം എത്തിയപ്പോൾ കുളിക്കുന്നതിന്റെ ഭാഗമായാണ് ആ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. അത്തരത്തിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ ആ ബിൽഡിങ്ങിനെ ആശ്രയിച്ചുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓക്സിജൻ മാസ്ക് അടക്കം ഇത്തരത്തിൽ കൂട്ടിരിപ്പുകാർ തന്നെ റിലീസ് ചെയ്താണ് ഇവരെ, ഈ രോഗികളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത്തരത്തിൽ എഴുന്നേറ്റ് പോലും നടക്കാൻ കഴിയാത്ത നിരവധി രോഗികളാണ് ഈ ബിൽഡിങ്ങിന്റെ ഭാഗമായി ആ ബിൽഡിങ്ങിൽ അപകടം സംഭവിച്ചപ്പോൾ ഈ നിലയുടെ തൊട്ട് താഴെയുള്ള നിലയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ ഇവരെ കൈകളിൽ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. ഇതിൽ ഇറങ്ങാൻ കൃത്യമായ ഒരു ലിഫ്റ്റോ അങ്ങനെയുള്ള ഒരു സംവിധാനമോ തന്നെ നിലവിലുണ്ടായിരുന്ന സ്റ്റെപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇവരെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റിയത്. ഇപ്പോഴും നിരവധി പേർ കൂട്ടിരിപ്പുകാർ നമ്മളോട് പരാതിപ്പെടുന്നത് ഇത്തരത്തിൽ പല കെട്ടിടങ്ങളും ബലക്ഷയം സംഭവിച്ചത് ഇവിടെയുണ്ട്. അവിടെ എല്ലാം തന്നെ ഇത്തരത്തിൽ അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളടക്കം നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 6-ാം വാർഡിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി രോഗികളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ അപകടം സംഭവിച്ചാൽ ഓടാൻ കഴിയാത്ത രീതിയിലുള്ള നിരവധി രോഗികളാണ് ഈ അപകടം സംഭവിച്ച കെട്ടിടത്തിന് താഴെയുണ്ടായിരുന്നത്. അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും. മാത്രമല്ല 11 മണിയെന്ന് പറയുന്ന സമയം എന്നുകൊണ്ടാൽ നിരവധി ഈ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവിടത്തിൽ കൂട്ടിരിപ്പുകാരോടൊപ്പം നിരവധി പേരാണ് ഈ സമയത്ത് എത്താറുള്ളത്. മാത്രമല്ല ഈ നിർധനരായ രോഗികൾക്കൊക്കെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളടക്കം അങ്ങനെ അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിലെ അത്രത്തെ നമുക്കൊന്നും നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന വാദത്തോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇവിടെ നിന്ന് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. നിലവിൽ ബലക്ഷയമുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ നിലവിലുണ്ട്. അവിടെയൊക്കെ തന്നെ നിലവിൽ രോഗികൾ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. സുഹൈൽ, തീർച്ചയായും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ ആ അപകടത്തിന് നടുക്കം തന്നെയാണ് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൂടുതൽ അപായങ്ങൾ ഉണ്ടാവാതിരുന്നത്. എപ്പോഴും ബിന്ദു എന്ന സ്ത്രീയുടെ മരണം അത് നമ്മളെ വേദനിപ്പിക്കുന്നു, അലട്ടുന്നു.